അപ്പൊ ഫയൽ എങ്ങനെ സേവ് ചെയ്യാന്ന് വെച്ചാല് മെനു ബാറിലെ ഫയൽ ക്ലിക്ക് ചെയ്യുക, അപ്പൊ കിട്ടുന്ന ലിസ്റ്റിൽ നിന്ന് സേവ് ക്ലിക്ക് ചെയ്യുക, ഡയലോഗ് ബോക്സിലെ ഫയൽ നെയിം എന്ന ഭാഗത്ത് ഫയലിന്റെ പേര് ടൈപ്പ് ചെയ്യുക, സേവ് ചെയ്യും. അപ്പൊ എന്തൊക്കെയാണ് ഫയൽ സേവ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പറ? ഓരോരുത്തരായിട്ട് പറ. പ്രിയ. മെനു ബാറിലെ ഫയൽ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ കിട്ടുന്ന ലിസ്റ്റിൽ നിന്ന് സേവ് ക്ലിക്ക് ചെയ്യുക, അപ്പോൾ പ്രത്യക്ഷപ്പെടുന്ന ഡയലോഗ് ബോക്സിൽ ഫയൽ നെയിം എന്ന ഭാഗത്ത് ഫയലിന്റെ പേര് ടൈപ്പ് ചെയ്യുക, സേവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി വേറെ ആര് പറയും? ഇവിടെ ആര് പറ? ടീച്ചർ. എന്താ? ഞാൻ ശാരിയുടെ അച്ഛനാ. ശാരി ഇന്നലെ വീട്ടിലെത്തിയിട്ടില്ല ടീച്ചറെ. എവിടെയെന്ന് അന്വേഷിച്ചോ? ബന്ധുക്കളുടെ വീട്ടിലെങ്ങാനും? ഏയ് ഇല്ല. അവിടെ അച്ഛൻ ഓഫീസ് റൂമിലുണ്ട്, വേഗം പോയി അന്വേഷിച്ചോളൂ. ഓ. ഈ സ്കൂളിൽ ഇതുവരെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത, സംഭവിക്കാൻ പാടില്ലാത്തതുമായ കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. അതിന് ഞങ്ങൾ എന്ത് പിഴച്ചു സാർ? ഇരിക്കൂ. രാവിലെ 10 മണി മുതൽ 5 മണി വരെ മാത്രമേ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുള്ളൂ. പ്രസിഡന്റ് എന്ത് പറയുന്നു? പുതിയതായി വന്ന കമ്പ്യൂട്ടർ ടീച്ചറിന്റെ കോലം കണ്ടാൽ തന്നെ ഇങ്ങനെയൊക്കെ നടന്നില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. ആ കുട്ടി വന്നപ്പോ അങ്ങനെയായിരുന്നു, ഇപ്പോഴെല്ലാം മാറിയില്ലേ? നമുക്ക് സ്കൂളിന്റെ കാര്യമാണ് ചർച്ച ചെയ്യാനുള്ളത്. കമ്പ്യൂട്ടർ നോക്കി പിള്ളേര് പഠിക്കുന്നതെല്ലാം വെറും വൃത്തിയിട്ട കാര്യങ്ങളെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഭാസ്കര, വിവരക്കേട് പറയാതെ. വിവരക്കേടല്ല, ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ വിവരക്കേട് വേറെ എങ്ങനെയെന്ന് പറയരുത്. നിങ്ങൾക്ക് മാത്രമേ വിവരമുള്ളൂ. വിവരക്കേടല്ല, രഘുവാ പറഞ്ഞത്. വിവരക്കേടൊന്നല്ല, രഘുവാ പറഞ്ഞത്. യാത് രഘു? നമ്മുടെ പഞ്ചായത്ത് മെമ്പറുടെ മകൻ രഘുവേ, ഗസ്റ്റ് ഹൗസ് രഘു. ഓ. ശാരിയെ കണ്ടുകിട്ടി, ആശുപത്രിയില്ല. തൽക്കാലം ഈ മീറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കും. അല്ല, ഇത് ആര് ഇത്ര വൈകിട്ട്? വാ ഇരിക്ക്. ഞാനിപ്പോ ഈ നാട്ടുകാരി ആയില്ലേ മാഷെ. ഇതാര് ശീലാവതിയോ? അന്ന് അമ്പലത്തിൽ കണ്ടതിൽ ക്ഷീണിച്ചു പോയല്ലോ. വീട്ടിൽ വിശേഷമൊന്നുമില്ലല്ലോ? വിശേഷമൊന്നുമില്ല. ചന്ദ്രേട്ടൻ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമില്ല. മോളിരിക്കെ, ഞാൻ ചായ എടുത്തു. ശരി മാഷെ, ഇന്നലെ ടെലിവിഷനിൽ എന്തോ നമ്മുടെ ശാരിയെ പറ്റി പറഞ്ഞു എന്ന് അമ്മൂമ്മ പറഞ്ഞു. അത് കേട്ടപ്പോ ഞാനിങ്ങോട്ട് പോന്നതാ. എന്തൊക്കെയാ കുട്ടി പറഞ്ഞത്? തട്ടിക്കൊണ്ടുപോയി, പീഡിപ്പിച്ചു. എല്ലാം ഒരു സിനിമാ കഥ പോലെ. റിട്ടയർ ചെയ്താൽ മതിയായിരുന്നു. ഇന്നും വന്നിട്ടുണ്ടൊരു മിസ്സിംഗ്. 10 ബിയിലെ പൂജ. അത് എന്റെ ക്ലാസ്സിലെ കുട്ടിയാ. PTA മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. റിസൾട്ട് അറിഞ്ഞ ഉടൻ മോളെ രക്ഷപ്പെടാൻ നോക്ക്. മിനിയോട് ഞാൻ പോയെന്ന് പറഞ്ഞാ. ശരി. ആര്യ, ശീലാവതി, തൽക്കാലം ഈ മരുന്നുകൾ കൊടുത്താൽ മതി. അപ്പൂപ്പൻ മരുന്നുകളൊക്കെ കൃത്യമായിട്ട് കഴിക്കണം. ഞാൻ പറഞ്ഞു വന്നത് ഈ വീടിന്റെ കാര്യമായിരുന്നു. ഇതിന്റെ ചുറ്റുപാടും നമുക്കൊക്കെ ഫേവറബിൾ ആയിരിക്കും. ഡോക്ടർ. എന്ത് പറ്റി? ഡോക്ടറെ കണ്ടോ? മരുന്ന് തന്നു, തൽക്കാലം ഇത് മതിയെന്ന് പറഞ്ഞു.
ഇത് മതിയല്ലോ. അപ്പൂപ്പ ഈ മെഡിസിൻസ് ഒക്കെ കൃത്യമായിട്ട് കഴിക്കണം. പോവാ അപ്പൂപ്പ. ഗുഡ് നൈറ്റ്. എന്നാ ഇവർ കഴിഞ്ഞ ദിവസം ക്ലിനിക്കിൽ നിൽക്കുന്നത് കണ്ടല്ലോ. ഞാൻ അവരെ പറഞ്ഞു വിട്ടത്. പക്ഷെ അവർ മറ്റേ കേസുമായാണല്ലോ വന്നത്. ഇന്നലെ മിനിയുടെ MTP ഡേ ആയിരുന്നു. അങ്ങനെ ആവാൻ വഴിയില്ലല്ലോ. ഇവരൊരു ഡോക്ടറുടെ മകളാണ്, ഒരു ടീച്ചറാണ്. പക്ഷെ അവരെ കണ്ടു എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഹലോ അച്ഛാ. ആഹാ, റിസൾട്ട് ഇത്ര പെട്ടെന്ന് വരുന്ന ഞാൻ വിചാരിച്ചില്ല. വൈശാലിക്ക് ക്ലാസ് ഉണ്ടോ? ഓ, രൂപയ്ക്കോ? ആ, അമ്മ എന്താ എന്നെ ഇന്നലെ വിളിക്കാഞ്ഞേ? ആ, അപ്പൂപ്പനിപ്പോ കുറവുണ്ട്. ആ, അവരൊക്കെ ഉറങ്ങിന്നാ തോന്നുന്നേ. നോക്കട്ടെ, അച്ഛൻ എന്നാ എന്നെ കൊണ്ടുപോകാൻ വരിക? അതൊക്കെ മറന്നേക്ക്, ആരും അറിഞ്ഞിട്ടില്ല. ഈ നാട്ടിൽ ഇതേവരെ ഇല്ലാത്തൊരു എപ്പിസോഡാ തുടങ്ങാൻ പോണത്. ഇത് 3ാമത്തെ മിസ്സിങ്ങാ. 3 ടീച്ചറുടെ ക്ലാസ്സിലാ. ശാരിയുടെ കാര്യം വലിയ കഷ്ടാ. ഞാൻ ഇന്നലെ അവിടെ ചെന്നപ്പോ ടീച്ചറോട് പോയോ? ഇതൊരു കുഴപ്പ കേസാ. ബാസുവേട്ടന്റെ ഫിലോസഫി ഇത്രയ്ക്കും ചെറുതാണോ? ഞാൻ ടീച്ചറോട് ഒരു രഹസ്യം പറയാം. ടീച്ചറുടെ ക്ലാസ്സിലെ ഏതോ ഒരു പെൺകുട്ടിയെ ടീച്ചർ എവിടെയോ കൊണ്ടുപോയെന്നോ എന്തൊക്കെ ചെയ്തുവെന്നോ ഒരു റൂമർ സ്റ്റാഫ് റൂമിൽ നടക്കുന്നുണ്ട്. താമസിയാതെ നാടിന്റെ നാനാഭാഗങ്ങൾ അത് വ്യാപിക്കാൻ ഇടയുണ്ട്. സൂക്ഷിക്കണം. ആ, വന്നോ? ശീലാവതിക്ക് ഒരു ഫോൺ ഉണ്ടായിരുന്നു, അതാ വിളിപ്പിച്ചത്. എന്നോട് ആകെ സ്നേഹമുള്ളത് ബാസു. 9 ബിയിൽ ആളില്ല. ആ ഡ്രോയിങ് മാഷോടൊന്ന് പോവാൻ പറ. നിങ്ങളോട് എല്ലാവരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ റിസൾട്ട് വന്നു, ക്ലാസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഉടനെ തന്നെ കൽക്കത്തയിലേക്ക് തിരിച്ചു പോകും. നിങ്ങളാരും വിഷമിക്കണ്ട. നമുക്ക് ടീച്ചറെ വിടണ്ട. താൻ എന്താണ് ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത്? എന്തൊരു ഹെവി ഓപ്പിയാ. ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. ഡോക്ടർ ജീവൻ. ഞാൻ പിന്നെ വിളിക്കാം. ഡോക്ടർ ജീവൻ. ജീവൻ താലൂക്ക് ആശുപത്രിയിലേക്ക് ട്രാൻസ്ഫർ ആയി പോയല്ലോ. പകരം ഞാനിങ്ങോട്ട് വന്നു. എന്ന് പോയി? ഒരാഴ്ചയായി. ആ, വീട് മാറിയോ? വീട് വിട്ടിട്ടാണ് പോയത്. അതുകൊണ്ട് ഞാൻ ഗസ്റ്റ് ഹൗസിലാണ് താമസം. ശരി. ഇത്ര രാവിലെ കൊഴലു വെച്ച് നോക്കുന്നത് ആരെയാ? കൊച്ചു കള്ളി. എവിടേക്കാ കൊഴലു വെച്ച് നോക്കുന്നതെന്ന് എനിക്കറിയാം. കമല ജോലി നോക്ക്. ഡോക്ടർ പോയിട്ടില്ല മോളെ. ഒന്ന് പറഞ്ഞിട്ടേ പോവും. ഒന്ന് പോവോ?
മോളെ ഡോക്ടറെ കണ്ടോ? ഡോക്ടർ പോയി. ഇപ്പൊ വേറൊരാളാ. പോയോ? ഒന്നും പറഞ്ഞില്ല. ഒന്ന് വിളിച്ച് പറഞ്ഞതുപോലുമില്ല. നിങ്ങൾ തമ്മിൽ പിണങ്ങിയോ? അടുത്തവരല്ലേ അപ്പൂപ്പ, അകലു.